بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم وأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. المؤمنون في توادهم وتلاطفهم وتعاطفهم كمثل الجسد الواحد. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد. إني وإن سامني ضيم يرضعني أقول يا سيد السادات يا سندي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിതർ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങൾ, സഹോദരികൾ, സുഹൃത്തുക്കളെ, ജനങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത ഏതാനും വിഷയങ്ങൾ ഉള്ളതിൽ ഒന്നാണ് ഐക്യം അനിവാര്യമാണ്, ഭിന്നിപ്പ് ശരിയല്ല എന്ന് പറയുന്നത്.
സത്യവിശ്വാസികൾ പ്രത്യേകിച്ചും ഐക്യത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കേണ്ടവരാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, മുഅ്മിനുകൾ സത്യവിശ്വാസികൾ സ്നേഹത്തിലും ധർമ്മത്തിലും മൈത്രിയിലും പരസ്പര സഹായങ്ങളിലും ഒരു ശരീരത്തെ പോലെയാണ്. ഒരേ ഒരു ശരീരത്തെ പോലെയാണ് മശ്രിഖ് മഗ്രിബിനടക്കമുള്ള മുഴുവൻ മുഅ്മിനുകളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ മുഅ്മിനുകൾ ഒരു ശരീരം പോലെയാവുകയാണ്. മുഅ്മിനുകളും അല്ലാത്തവരും സൗഹൃദത്തിലും മൈത്രിയിലും ജീവിക്കുകയും ചെയ്യണമെന്നാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ഇസ്ലാം ഒരിക്കലും ഭിന്നിപ്പ് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായം ഭിന്നിച്ച് എവിടെയോ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായം എത്ര പാർട്ടിയാണ്, എത്ര കക്ഷിയാണ്, ഏതെല്ലാം അഭിപ്രായക്കാർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത അത്രയും എണ്ണവും പാർട്ടിയും വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും പറയും ഐക്യം വേണം, സമാധാനം വേണം എന്ന്. എന്നാൽ വസ്തുനിഷ്ഠമായി നാം ചിന്തിക്കുമ്പോൾ ആരാണ് ഇവിടെ ഭിന്നിപ്പ് ഉണ്ടാക്കിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് കാണുമ്പോൾ ഭിന്നിപ്പിൽ നിന്ന് അവർ പിന്മാറേണ്ടതാണെന്നും അല്ലാത്തവർ അതിന് ഉത്തരവാദിയല്ലെന്നും നമുക്ക് കാണാൻ കഴിയും. സത്യത്തിനെതിരായ വാദങ്ങളും പ്രവർത്തനങ്ങളുമായി ഏതെങ്കിലും കക്ഷി വരുമ്പോൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും സത്യം മുറുകെ പിടിക്കുന്നവരുമായ ആളുകൾ അവരെ എതിർക്കുന്നത് വഴി ഭിന്നിപ്പുണ്ടായാൽ ആ ഭിന്നിപ്പ് ഉണ്ടാകുമെന്ന് പേടിച്ചുകൊണ്ട് സത്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം തൗറാത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി തൂർ സീനായിലേക്ക് പുറപ്പെട്ടു. തിരിച്ചു വരുമ്പോഴേക്ക് ഇവിടെ പശുവിന് ആരാധിക്കുന്ന ഒരു വിഭാഗം ഉടലെടുത്തു. സാമിരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജനങ്ങളെ പശുവിന്റെ ആരാധനയിലേക്ക് ക്ഷണിക്കുകയും പശുവിനെ ദൈവമായി സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ആളുകൾ പശുവിനെ ആരാധിക്കുന്നവരായി മാറി.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥലത്തില്ലാത്തപ്പോൾ ഈ പിഴച്ച വിശ്വാസത്തെ എതിർക്കേണ്ടത് ഹാറൂൻ നബി അലൈഹിസ്സലാമായിരുന്നു. ഹാറൂൻ നബി പെട്ടെന്ന് ഈ കക്ഷികളെ എതിർത്തില്ല. മൂസ നബി അലൈഹിസ്സലാം വന്നു നോക്കുമ്പോൾ ഏതാനും ആളുകൾ പശുവിന് ആരാധിക്കുകയും പശുവിനെ ദൈവമാക്കി വിശ്വസിക്കുകയും ചെയ്തത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് കോപം വരികയും ദേഷ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ഹാറൂൻ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, അല്ലയോ ഹാറൂൻ, ഈ മനുഷ്യർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടുന്ന ആളുകൾ അതിൽ നിന്നും മാറി പശുവിനെ ആരാധിക്കുമ്പോൾ നീ എന്തുകൊണ്ട് അതിനെ എതിർത്തില്ലെന്ന ചോദ്യം. ആ സമയത്ത് ഹാറൂൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീൽ. ഓ മൂസ, നീ പോകുമ്പോൾ ബനൂ ഇസ്രായേൽ ഒറ്റക്കക്ഷിയായിരുന്നു. ആ ഒറ്റക്കക്ഷി ഇങ്ങനെ ഒരു പുതിയ നയവുമായി കൊണ്ടുവന്നപ്പോൾ ഞാൻ എതിർക്കാതിരുന്നത് ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലിന്റെ ഇടക്ക് ഭിന്നിപ്പുണ്ടാക്കിയവനാണ് എന്ന് എന്നെ സംബന്ധിച്ച് നീ പറയുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. സത്യത്തിനെതിരായി ഏതെങ്കിലും ഒരു വിഭാഗം വരുമ്പോൾ അതിനെ എതിർക്കുകയും ഖണ്ഡിക്കുകയും ചെയ്യുന്നത് വഴി ഭിന്നിപ്പുണ്ടാകണമെന്ന് ഭയപ്പെട്ട് നാം അടങ്ങിക്കൂടാ. തികച്ചും ഈ അസത്യത്തെ എതിർക്കുകയും അതിനെ ഖണ്ഡിക്കുകയും ചെയ്യണം. അതിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടായാൽ നാം അതിന് ഉത്തരവാദികളല്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ ഫറൂഖ് പേട്ടയിലുള്ള ഒരു വ്യക്തി വിദേശത്ത് പോയി പണം കൊണ്ടുവന്ന് പേട്ടയിലുള്ള പഴയ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും വിലക്കെടുത്ത് പൊളിച്ച് മണിമന്ദിരങ്ങൾ നിർമ്മിക്കുമ്പോൾ, കൊട്ടാരങ്ങൾ നിർമ്മിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തോട് സഹകരിച്ചു. നിരവധി ആളുകൾക്ക് ജോലി ലഭിച്ചു. ആളുകളെല്ലാം അദ്ദേഹത്തോട് വലിയ സ്നേഹത്തിലായി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പറയുന്നു, പേട്ടയിലെ ജുമുഅത്ത് പള്ളി ഇവിടുന്ന് പൊളിച്ചു മാറ്റണം. അതെവിടെയെങ്കിലും കാട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കാം. എനിക്ക് ഇവിടെ ഒരു ഹാൾ നിർമ്മിക്കണം. സഹോദരങ്ങളെ, ഇതുവരെയും അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന ആളുകൾ തന്നെ എതിർക്കാൻ തുടങ്ങി. നീ ഇതുവരെ ചെയ്തത് നല്ല കാര്യമാണ്, അതിന് ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾ നിന്റെ കൂടെ. എന്നാൽ വളരെ കൊല്ലങ്ങൾ പഴക്കമുള്ള ഈ പള്ളി പൊളിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ എതിർത്തപ്പോൾ അദ്ദേഹത്തിന്റെ ശിൽപത്തികളായ 5 or 10 പേർ അത് പൊളിക്കണമെന്ന് പറയുകയും ബാക്കിയുള്ളവർ പൊളിക്കണ്ട എന്ന് പറയുകയും ചെയ്തു. ഭിന്നിപ്പ് വന്നാൽ സഹോദരങ്ങളെ, ആരാണ് ഈ ഭിന്നിപ്പിന് ഉത്തരവാദി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിഷ്പക്ഷമായും പറയുമ്പോൾ പഴയ പള്ളി അവിടെ തന്നെ നിലനിർത്തണമെന്ന് പറയുന്നവർ ഒരിക്കലും ഭിന്നിപ്പിന്റെ ആളുകൾ അല്ല, മറിച്ച് ഈ പള്ളി പൊളിച്ചു മാറ്റണമെന്ന് പറയുന്നവർ മാത്രമാണ് ഭിന്നിപ്പ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതുപോലെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിലും കർമ്മ പദ്ധതികളിലും
ബിദ്അത്തിന്റെ ആളുകൾ മാറ്റം വരുത്താൻ തുടങ്ങിയതോടുകൂടെയാണ് ഇവിടെ ഭിന്നിപ്പുകൾ ഉണ്ടായത്. വളരെ നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കണം. ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ കക്ഷിയെയോ ആക്ഷേപിക്കാൻ പറയുകയല്ല. ഉള്ള യാഥാർത്ഥ്യം നിങ്ങളോട് പഠിപ്പിക്കുക. നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കണം. ആരാണ് ഇവിടെ ഈ ഭിന്നിപ്പ് ഉണ്ടാക്കിയത്? ആരാണ് പുതിയ വാദം കൊണ്ടുവന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വളരെ അടിത്തറയുള്ളതും പഴക്കമുള്ളതും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബികളും അവരിൽ നിന്ന് താബിഉകളും അവരിൽ നിന്ന് അഇമ്മത്ത് മുജ്തഹിദുകളും അങ്ങനെ പ്രഗൽഭരായ വ്യക്തികളാൽ പരമ്പരയായി മുറിഞ്ഞു പോകാതെ വന്ന വിശ്വാസവും കർമ്മവും ആണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസവും കർമ്മവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ബിദ്അത്തുകാർ വന്നു മുഴുവൻ മുഅ്മിനീങ്ങളെയും മുശ്രിക്കുകളാക്കി ചിത്രീകരിക്കാൻ തുടങ്ങി. നിഷ്പക്ഷമായി നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക. പ്രസ്റ്റേജിന്റെയും അഭിമാനത്തിന്റെയും പ്രശ്നമല്ല നമ്മുടെ ഈമാൻ രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്ന് നിനക്ക് ചിന്തിക്കുക. ഞാൻ ചോദിക്കുന്നു, ഇവിടെ നൂതനവാദികൾ എന്തെല്ലാമാണ് കൊണ്ടുവന്നത്? ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. പേര് പറയുന്നതിൽ എനിക്ക് മടിയുണ്ടെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ പ്രാസംഗികനാണ് എം അക്ബർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം മതങ്ങൾക്കിടയിൽ താരതമ്യ പഠനം നടത്തുന്ന പ്രസംഗം ചെയ്യുന്ന ആളാണ്. ഹിന്ദുമതം, ക്രൈസ്തവ മതം, ജൂതമതം, ജൈനമതം, ബുദ്ധമതം തുടങ്ങി വിവിധ മതങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അതിൽ നിന്നെല്ലാം വിഭിന്നമാണ് ഇസ്ലാം മതം എന്ന് സ്ഥാപിക്കുന്ന ഒരു പ്രാസംഗികൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. മാന്യ സുഹൃത്തുക്കൾ ചിന്തിക്കുക. അദ്ദേഹം 3-4 സ്ഥലത്ത് നടത്തിയ പ്രസംഗം ഞാൻ കാസറ്റിലൂടെ കേട്ടു. മുജാഹിദുകൾ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തോട് ഇവിടുത്തെ ഹൈന്ദവർക്ക് വിരോധമുണ്ടാവാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ഉപകരിച്ചു എന്നല്ലാതെ മറ്റ് യാതൊരു നേട്ടവും ഇല്ല. കല്ലിനും മുള്ളിനും പാമ്പിനും തേളിനും സൂര്യനും ചന്ദ്രനും ആരാധിക്കുന്നവരാണ് എന്ന് മറ്റ് പല മതസ്ഥരെ സംബന്ധിച്ചും അദ്ദേഹം സമർത്ഥിച്ചു കഴിയുമ്പോൾ അവസാനം അദ്ദേഹം പറയുന്നു, ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരമാണ് എന്ന്. ഉടനെ ഒരു റെഡിമെയ്ഡ് ചോദ്യം, മൗലവി സാഹിബ് ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടുത്തെ സുന്നികളുടെ അവസ്ഥ എന്ത്? അവർ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും എല്ലാം പൂജ നടത്തുകയും അവർക്ക് ആരാധിക്കുകയും ചെയ്യുന്ന ആളുകൾ അല്ലേ ഇവിടുത്തെ സുന്നികൾ? ഈ സുന്നികളും ഹൈന്ദവരും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന ഒരു ചോദ്യം സദസ്സിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അദ്ദേഹം ഉടനെ മറുപടി പറയുന്നു, അതെ, ഇവിടുത്തെ സുന്നികളും ഈ ഹൈന്ദവരും തമ്മിൽ വ്യത്യാസമില്ല. സുന്നികളും അല്ലാഹുവല്ലാത്ത പല സാധനങ്ങളെയും ദൈവമായി ചിത്രീകരിക്കുന്നു, ആരാധിക്കുന്നു എന്ന്. ഈ മൗലവി അല്ലാഹുവിനെ സംബന്ധിച്ച് എഴുതിയ 2 വരികൾ നിങ്ങൾ ഞാൻ കേൾപ്പിക്കട്ടെ. ആവശ്യമുണ്ടാകുമ്പോൾ ഗ്രന്ഥം തെളിയിക്കാൻ കഴിയും. ഈ മൗലവി ഒരിക്കൽ
അള്ളാഹുവിനെ സംബന്ധിച്ച് എഴുതി അള്ളാഹു സിംഹാസനസ്ഥനാണെന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നത് ശരിയല്ല. അള്ളാഹുവിന് അങ്ങനെ സിംഹാസനം വേണ്ട എന്ന് എഴുതി. അല്പകാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതുന്നു, തിരുത്ത്, ഞാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. അള്ളാഹു സിംഹാസനസ്ഥനാണ്, അള്ളാഹു ഒരു വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന്. ഒരു വ്യക്തി നേരത്തെ ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും പഠിച്ചു വന്നത്, കഴിഞ്ഞ സജ്ജനങ്ങളിൽ നിന്ന് പഠിച്ചു വന്നത്, സ്വാലിഹീങ്ങളിൽ നിന്ന് പഠിച്ചു വന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിയായ വിശ്വാസം. ഈ വിശ്വാസം ആദ്യം അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്യ ആശ്രയം ഇല്ലാത്തവൻ ആണ്. അള്ളാഹുവിന് സൃഷ്ടികളെ പോലെ ജഡമില്ലാത്തവനാണ്. അള്ളാഹുവിന് ഭാഗമോ ദേശമോ സ്ഥലമോ ആവശ്യമില്ലാത്തവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് എല്ലാ വിധേനയും എല്ലാ വിധത്തിലും വ്യത്യാസപ്പെട്ടവനാണ് എന്ന് ലോക മുസ്ലിംകൾ വിശ്വസിച്ചു വരുന്നു, അല്ലേ? പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നു, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ അസ്-സമീഉൽ ബസീർ. അല്ലാഹുവിനെ പോലെ മറ്റൊരു സാധനവും ഇല്ല. അല്ലാഹു തആല സൃഷ്ടിയോട് ഒരു വിധത്തിലും തുല്യമായവൻ അല്ല. വഹുവ അസ്-സമീഉൽ ബസീർ, അവന് കേൾവിയും കാഴ്ചയും ഉള്ളവൻ ആണ്. ഇത് ചെറിയ കാലം മുതൽ നാം എല്ലാവരും പഠിച്ചു വരുന്നു. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു മൗജൂദുൻ, അല്ലാഹുവിന്റെ ഉണ്മ അത് സത്യമാണ്. അല്ലാഹു ഉണ്ട്. ഖദീമുൻ, അല്ലാഹു ഉണ്ടായതിന് തുടക്കമില്ല. അല്ലാഹു ഇന്ന കാലം മുതൽ ഉണ്ടായി എന്ന തുടക്കം പറയാൻ ഇല്ല, പറ്റില്ല. അല്ലാഹുവിന്റെ തുടക്കമില്ല. ബാക്കി, അവൻ ഒരിക്കലും നശിച്ചു പോകാത്തവൻ, അവൻ എന്തും നിലനിൽക്കുന്നവൻ, അവന് അവസാനമില്ല. മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, സൃഷ്ടികളോട് എല്ലാ വിധത്തിലും അല്ലാഹു വ്യത്യാസപ്പെട്ടവൻ ആണ്. ഇത് നിങ്ങളും ഞാനും എല്ലാം നമ്മുടെ ഉമ്മയിൽ നിന്ന് കേട്ടു, നമ്മുടെ ഉപ്പയിൽ നിന്ന് കേട്ടു, നമ്മുടെ ഉസ്താദിൽ നിന്ന് കേട്ടു, പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടു. ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും വിശ്വസിച്ചു വന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സഹാബികൾ താബിഈകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അഇമ്മത്ത് മുജ്തഹിദുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഇതിനെതിരായ ഒരു ചോദ്യം ഒരു വിദ്യാർത്ഥി കൊണ്ടുവന്നപ്പോൾ ആ വിദ്യാർത്ഥിക്ക് കാര്യം മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തതിന് ശേഷം മറ്റുള്ള വിദ്യാർത്ഥികളോട് പറയുന്നു, അഖ്രിജൂഹു, അവനെ ഈ സദസ്സിൽ നിന്ന് തന്നെ പുറന്തള്ളണം. അല്ലാഹു തആല സൃഷ്ടികളോട് തുല്യമായവനാണെന്ന് ധ്വനിപ്പിക്കുന്ന ചോദ്യം ചോദിച്ച ഈ വിദ്യാർത്ഥിയെ നമ്മുടെ വിദ്യാർത്ഥികളെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റില്ല, അവനെ എടുക്കാനും നിർത്താനും പറ്റില്ല, അവനെ പുറന്തള്ളണം എന്ന് ഇമാമു ദാരിൽ ഹിജ്റത്തി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സൃഷ്ടികളോട് യാതൊരു തുല്യതയും ഇല്ല എന്നും അല്ലാഹു തആല നമ്മെ പോലെ ഏതെങ്കിലും ഒരു ഭാഗത്തോ സ്ഥലത്തോ കസാലയിലോ ബെഞ്ചിലോ മറ്റൊരു ഭൂമിയിലോ ഇരിക്കുന്നവനോ നിൽക്കുന്നവനോ അല്ല. അല്ലാഹുവിന്റെ പ്രത്യേകമായ ഭാഗമില്ല, അല്ലാഹുവിന്റെ പ്രത്യേകമായ രൂപമില്ല. ഇത് വിശ്വസിച്ചവരാണ് ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങളായ നിങ്ങൾ മുഴുവനും. ഇത് വിശ്വസിച്ചവരാണ്
1,24,000 പരം വരുന്ന അംബിയാ മുർസലുകൾ, അല്ലെങ്കിൽ 2 ലക്ഷത്തിൽ പരം വരുന്ന അംബിയാ മുർസലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് രൂപമോ ആകൃതിയോ ഇല്ലെന്നും അല്ലാഹു തആല എവിടെയും ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നവരല്ലെന്നും അല്ലാഹു തആല സൃഷ്ടികളോട് എല്ലാ വിധത്തിലും എല്ലാ നിലയിലും വ്യത്യസ്തമായവനാണ് എന്നും വിശ്വസിച്ചു വന്നവരാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ 2,24,000 വരുന്ന അംബിയാ മുർസലുകൾ ഈ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ വിശ്വസിച്ചത്, അയിമ്മത്ത് മുജ്തഹിദുകൾ വിശ്വസിച്ചത്, എല്ലാ മുസ്ലിമീങ്ങളും വിശ്വസിച്ചു വന്നത് ഇതാണ്. എങ്കിൽ ഈ മൗലവി പറയുന്നു, ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞു പോയത് അബദ്ധമാണ്, അല്ലാഹു തആല ഒരു കസേലയിൽ ഇരിക്കുകയാണ് എന്ന്. ഞാൻ ചോദിക്കുന്നു, ആരാണ് ഇവിടെ വിശ്വാസത്തിൽ കളങ്കം ചേർത്തിയത്? ആരാണ് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയത്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഈ വിഷയത്തിൽ വല്ല ഭിന്നിപ്പും ഉണ്ടാക്കിയോ? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അന്നും ഇന്നും ഏത് കാലവും ഒരേ വിശ്വാസം. 4 മദ്ഹബിന്റെ ഇമാമുകൾ ഒരേ വിശ്വാസം. ആ മദ്ഹബുകളിൽ ഉറച്ചു നിൽക്കുന്ന കോടാനുകോടി മുസ്ലിംകൾ ഒരേ വിശ്വാസം. ആ വിശ്വാസം പ്രഗൽഭരായ സ്വഹാബികൾ പഠിപ്പിച്ച വിശ്വാസമാണ്. താബിഉകൾ പഠിപ്പിച്ച വിശ്വാസമാണ്. ഈ വിശ്വാസത്തിനെതിരായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സിംഹാസനത്തിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നവനെ നാം എതിർക്കേണ്ടതില്ലേ? അദ്ദേഹത്തെ ഖണ്ഡിക്കേണ്ടതില്ലേ? അങ്ങനെ ഖണ്ഡിക്കുമ്പോൾ ഇവിടെ ഭിന്നിപ്പ് ഉണ്ടായാൽ ഈ ഭിന്നിപ്പിന് ഉത്തരവാദി ഖണ്ഡിച്ചവർ അല്ല, ലോക മുസ്ലിംകളുടെ വിശ്വാസത്തിനെതിരായ വിശ്വാസം കൊണ്ടുവന്നവൻ ആണ്. ഇതിലാർക്കാണ് തർക്കമുള്ളത്? ഇനി അല്ലാഹുവിനെ സംബന്ധിച്ച് മുജാഹിദുകൾ ഇറക്കിയ മറ്റൊരു പുതിയ വിവരം നിങ്ങൾ അറിയുമോ? അല്പകാലങ്ങൾക്ക് മുമ്പ് മുജാഹിദുകൾ അല്ലാഹുവിന് 2 കൈ ഉണ്ട് എന്ന് പറയാൻ തുടങ്ങി. അല്ലാഹുവിന് 2 കൈ ഉണ്ട് എന്ന് ഇവിടുത്തെ മുജാഹിദ് വിഭാഗം പറയുകയും എഴുതുകയും ചെയ്തു. അങ്ങനെ കുറെ കാലം അല്ലാഹുവിന് മനുഷ്യന്മാരെ പോലെ വലതുകയും ഇടതുകയും ഉണ്ട് എന്ന് പഠിപ്പിച്ചു വന്ന മുജാഹിദ് വിഭാഗം ഇപ്പോൾ പുതിയ പുസ്തകം ഇറക്കിയിരിക്കുന്നു. ആ പുസ്തകത്തിൽ മുജാഹിദ് പറയുന്നത് അല്ലാഹുവിന് 2 കൈ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ആ 2 കൈയും വലഭാഗത്താണ്, ഇടഭാഗത്ത് അല്ലാഹുവിന് കൈയില്ല. ഇപ്പൊ എങ്ങനെയുണ്ടാവും അല്ലാഹു തആല ഈ ഇടഭാഗത്ത് കൈയില്ല, വലഭാഗത്ത് 2 കൈ? അങ്ങനെ പല ആളുകളും ദൈവമുണ്ടാക്കി വെക്കുന്നവർ ഉണ്ട്. 1, 2, 4 കൈകളും കാലുകളും മൂക്കും തലയും കണ്ണും ഇതെല്ലാമുള്ള ദൈവമുണ്ടാക്കി വെക്കുന്നവർ ഉണ്ട്. പക്ഷേ അത് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസമല്ല. നമ്മൾ അതാണ് പറയുന്നത്. മുസ്ലിം സമുദായം വിശ്വസിക്കുന്ന അല്ലാഹുവിന് കൈകാലുകളും അണ്ണുമൂക്കും തലയും ഉള്ള രൂപമല്ല. ഇത് മുജാഹിദിന്റെ എല്ലാ മൗലവിമാരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹുവിന് 2 കൈ ഉണ്ട്, പക്ഷേ ആ 2 കൈയും വലഭാഗത്താണ്, ഇടഭാഗത്ത് കൈ ഇല്ലാത്തവനാണ് അല്ലാഹു എന്ന്. നഊദു ബില്ലാഹ്. മാന്യ സുഹൃത്തുക്കളെ, ആത്മസുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കുക. വിശിഷ്ട എന്റെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കൾ, ഇവിടെ സുന്നികൾ എപ്പോഴും തർക്ക വിഷയമാണ് പറയുക എന്ന് പറഞ്ഞിട്ട് ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട് സുന്നികളെ പറ്റി. ഞങ്ങൾ തർക്ക വിഷയം പറയാറേ ഇല്ല.
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ തർക്ക വിഷയം പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒരു വസ്തുവും ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഈ വിശ്വാസം, അതിൽ തർക്കമില്ല. ആരെങ്കിലും ഇപ്പോൾ തർക്കമുണ്ടാക്കുന്നുവെങ്കിൽ ആ തർക്കം നമുക്ക് പരിഗണിക്കേണ്ടതും ഇല്ല. മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ തർക്കമില്ല. മുസ്ലിം സമുദായം അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് അള്ളാഹു സൃഷ്ടികളോട് വ്യത്യാസപ്പെട്ടവനാണ് എന്ന്. ഇതിനെതിരായി ഇവിടുത്തെ മുജാഹിദ് വിഭാഗം പുതിയ വിശ്വാസം കൊണ്ടുവരികയും അല്ലാഹു തആലക്ക് കൈകളും കാലുകളും കണ്ണുകളും മൂക്കുകളും എല്ലാം ഉണ്ട് എന്ന് സമർത്ഥിക്കുകയും ചെയ്ത് ഒടുവിൽ അല്ലാഹുവിന്റെ 2 കൈകളും വലഭാഗത്താണ്, ഇടഭാഗത്ത് കൈയില്ലാത്തവനാണ്, കൈമുറിയനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും സഹോദര? ഇത് തെറ്റാണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയല്ലാതെ ഇവിടെ ഭിന്നിപ്പുണ്ടാകും, കക്ഷിത്വമുണ്ടാകും എന്ന് ഓർത്ത് നമുക്ക് ഉണ്ടാതിരിക്കാൻ നിർത്തിയുണ്ടോ? ഈ ഭിന്നിപ്പിന്റെ ഉത്തരവാദി മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെ മുഴുവനും കാറ്റിൽ പരത്തിക്കൊണ്ട് പുതിയ വിശ്വാസം കൊണ്ടുവന്നവൻ മാത്രമാണല്ലോ. ഇങ്ങനെ ഈമാൻ കാര്യം 6 എണ്ണം എടുത്തു നോക്കിയാൽ 6ലും ഇന്ന് മുജാഹിദുകൾ, ഇന്നല്ല കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അവർ പുതിയ വിശ്വാസമാണ്. ഈമാൻ കാര്യം 1-ാമത്തത് നാം എണ്ണി വരുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കുക. അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക. മലക്കുകളെ സംബന്ധിച്ച് ഇവിടെയുള്ള ഏത് മുസ്ലിമിനോട് ചോദിച്ചാലും അല്ലാഹുവിന്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ്. അവർ പ്രകാശത്താൽ പടക്കപ്പെട്ടവരാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിന്റെ ആജ്ഞകൾ 100% പ്രാവർത്തികമാക്കുന്നവരാണ്, ശിരസാ വഹിക്കുന്നവരാണ്. അല്ലാഹുവിന് വിപരീതമായി അവർ പ്രവർത്തിക്കുന്നില്ല. അവർക്ക് ഉറക്കം ഇല്ല, ഭക്ഷണം വേണ്ട, അന്നപാനീയങ്ങൾ വേണ്ട, ആഗ്രഹം ഇല്ല. അവർ പുരുഷരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമോ 2 തരമില്ല. അങ്ങനെ മലായിക്കത്ത് ഒരു പ്രത്യേക വിഭാഗമുണ്ട്. മനുഷ്യന്റെ വലഭാഗത്തും ഇടഭാഗത്തും ഇരിക്കുന്ന മലക്കുകളുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. മനുഷ്യന്റെ വലഭാഗത്തും ഇടഭാഗത്തും ഇരിക്കുന്ന മലക്കുകൾ ഉണ്ട്. ആ മലക്കുകൾ റഖീബ് അതീദ് എന്ന് അവർക്ക് പറയപ്പെടും. ആ പദത്തിന്റെ അർത്ഥം തന്നെ മനുഷ്യൻ പ്രവർത്തിക്കുന്ന, മനുഷ്യൻ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായി പരിശോധിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നവർ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. അങ്ങനെ ആ പദം പറയപ്പെടുന്ന മലക്കുകൾ ഉണ്ട്. മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു മനുഷ്യൻ ഒരക്ഷരം ശബ്ദിക്കുന്നുവെങ്കിൽ അത് റഖീബ് അതീദ് എന്ന മലക്കുകൾ എഴുതി വെക്കും. അവർ എഴുതാതെ ഒരക്ഷരവും വിട്ടുപോയില്ല. അങ്ങനെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നീ പറഞ്ഞതും പ്രവർത്തിച്ചതും എഴുതി വെച്ച ഗ്രന്ഥം ഇതാ നോക്കൂ, കിതാബ് നോക്കൂ, ഇത് സാക്ഷിയാണെന്ന് പറയപ്പെടുകയും ചെയ്യും. സഹോദരങ്ങളെ, അങ്ങനെ മനുഷ്യന്റെ വാക്കുകളും പ്രവൃത്തികളും എഴുതി വെക്കുന്ന മലക്കുകൾ ഉണ്ട്. മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ ഉണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പ്രത്യേകം ഖാദിമീങ്ങളായി മലക്കുകൾ ഉണ്ട്. അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ നൃത്തത്തിൽ മാത്രം ഇബാദത്ത് ചെയ്യുന്ന മലക്കുകൾ ഉണ്ട്. യുദ്ധത്തിൽ മാത്രം ഇബാദത്ത് ചെയ്യുന്ന മലക്കുണ്ട്. അതുപോലെ സുബ്ഹാനല്ലാഹ് എന്ന ഖിയാമത്ത് നാൾ വരെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഉണ്ട്.
തക്ബീർ ചെല്ലുന്ന മലക്കുകളുണ്ട്, തഹ്മീദ് ചെല്ലുന്ന മലക്കുകളുണ്ട്, തംജീദ് ചെയ്യുന്ന മലക്കുകളുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ മലായിക്കത്ത് കോടാനകോടി മലക്കുകൾ ഉണ്ട്. ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ബൈത്തുൽ മഅമൂറിൽ രാവിലെ 70,000 വൈകുന്നേരം 70,000 മലക്കുകൾ കടന്ന് പുറത്തു പോകും. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരിക്കൽ അതിൽ കടന്ന് പുറത്തു പോയ മലക്ക് രണ്ടാമത് അതിൽ കടക്കുകയില്ല. അങ്ങനെ രാവിലെ 70,000 മലക്ക് വന്ന് അവർ പോകുന്നു. പിന്നെ വൈകുന്നേരം 70,000 മലക്ക് വന്ന് പോകുന്നു. അങ്ങനെ ഓരോ ദിവസവും ഈ 70,000 വരുന്നു. ഈ മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ തുടർന്നു. അങ്ങനെ അതാ എത്രയോ മലക്കുകൾ ഉണ്ട്. ആ മലക്കുകളുടെ നേതാക്കളായ സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ മീകായിൽ, സയ്യിദുനാ ഇസ്രാഫീൽ, സയ്യിദുനാ അസ്റായീൽ, ഈ മലക്കുകൾ അവരുടെ നേതാക്കളാണ്. മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന മലക്കുകളുണ്ട്. മഴയും കാറ്റും കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സഹായിക്കാൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് ജീവിതത്തിലും മരണാനന്തരവും ഞങ്ങൾ സംരക്ഷകരാണ്, സഹായികളാണ് എന്ന് പറയപ്പെടുന്നു. മലക്കുകളോട് പറയുന്ന, ഔലിയാക്കളോട് പറയുന്ന മലക്കുകൾ ഉണ്ട്. ഇതാണ് ലോക മുസ്ലിംകൾ മുഴുവനും വിശ്വസിക്കുന്നത്. അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുക, അത് ഈമാൻ കാര്യമാണ്. ഇതിൽ ഇവിടുത്തെ മുബ്തദിഉകൾ, പുത്തൻ പ്രധാനക്കാർ അല്ലാഹുവിന്റെ കിതാബിനെ സംബന്ധിച്ച് എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങൾക്കറിയാം, 4 മദ്ഹബിന്റെ ഇമാമുകളിൽ അവസാനത്തെ ഇമാമായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ ഈ ബിദ്അത്തുകാർ ഇവിടെ തുടങ്ങി. അവർ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അല്ലാഹുവിന്റെ കലാം ഖദീമായ കലാം അല്ല എന്ന്. അല്ലാഹുവിന്റെ കലാം അതാണ് മുസ്ലിം സമുദായം വിശ്വസിക്കുന്നത്. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ മിൻ ഖൗലിൻ വഫിഅലിൻ വലിയത്തി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് ഖദീമായ കലാമാണ്. ഇതാണ് മുസ്ലിം ലോകം വിശ്വസിക്കുന്നതെങ്കിൽ ബിദ്അത്തുകാർ വന്നിട്ട് ഇവിടെ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ അത് സൃഷ്ടിക്കപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ ഖദീമായ കലാം അല്ല എന്ന്. ഇതിനെതിരായി ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വളരെ ശക്തിയായി രംഗത്ത് വരികയും ഭരണാധികാരികളുടെ സഹായത്തോടുകൂടി, രാഷ്ട്രീയക്കാരുടെ സഹായത്തോടുകൂടി അഹ്മദ് ഇബ്നു ഹംബലിനെ പിടിച്ച് ജയിലിൽ വെക്കപ്പെടുക വരെ ഉണ്ടായി. പക്ഷേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം ഇവിടെ ഉറപ്പിച്ച് നിലനിർത്തുന്നതിന് വേണ്ടി അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിൽവാസം അനുഭവിക്കാൻ വരെ തീരുമാനിച്ചു. സഹോദരങ്ങൾ, ചിന്തിക്കുക, ആരാണ് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയത്? പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ ഈ ബിദ്അത്തുകാരാണോ, അതല്ല അല്ലാഹുവിന്റെ കലാമാണെന്ന് പറയുന്ന സുന്നികളാണോ? തീർച്ചയായും ബിദ്അത്തുകാർ തന്നെയാണ്. ഇനി അല്ലാഹുവിന്റെ മുർസൽ, ഞാൻ ചുരുക്കം 2 വാക്കുകൊണ്ട് ഓരോന്നും പറയുകയാണ്. നിരവധി തെളിവുകൾ അവർ പറഞ്ഞതായി ഉദ്ധരിക്കാനുണ്ട്. അല്ലാഹുവിന്റെ മുർസൽ, അല്ലാഹുവിന്റെ മുർസലീങ്ങളെ സംബന്ധിച്ച് നാം എങ്ങനെ വിശ്വസിക്കുന്നു? ആദം നബി അലൈഹിസ്സലാം അവ്വലുൽ ബശർ, അവ്വലുൽ അംബിയ, അവ്വലുർ റുസുൽ, ആദ്യത്തെ നബിയും ആദ്യത്തെ റസൂലും
ആദ്യത്തെ മനുഷ്യനുമായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷത്തിൽ പരം വരുന്ന അംബിയ മുർസലുകൾ അവർ തെറ്റ് ചെയ്യാത്തവരാണ്, അവർ കുറ്റം ചെയ്യാത്തവരാണ്. അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റും കുറ്റവും അവർ ചെയ്തിട്ടില്ല. ഇതാണ് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം. ഇത് വളരെ ലളിതമായി ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ അംബിയ മുർസലുകൾ ജനങ്ങളോട് ഉപദേശിക്കുന്നത് എന്താണ്? ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ തെറ്റ് ചെയ്യരുത്, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുത്, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നിങ്ങൾ പറയരുത്, അല്ലാഹുവിന്റെ ആജ്ഞകൾ സ്വീകരിക്കുകയും അല്ലാഹുവിന്റെ നിരോധാജ്ഞകൾ എന്താണോ ആ വിഷയം വർജിക്കുകയും ചെയ്യണമെന്ന് ലോകത്തോട് പഠിപ്പിക്കുന്നവരാണ് മുർസലീങ്ങൾ. അവർ തന്നെ തെറ്റ് ചെയ്താലോ പിന്നെ തെറ്റ് ചെയ്യരുതെന്ന് പറയുന്നതിന് വല്ല അർത്ഥവും ഉണ്ടോ? ഇത് ആയത്ത് ഹദീസ് ഒന്നും വേണ്ട, ഇല്ലാത്തത് കൊണ്ടല്ല, ധാരാളം ആയത്തുകളും ഹദീസുകളും ഉണ്ട്. ഒരു ആയത്തും ഹദീസും ഓതാതെ തന്നെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുമല്ലോ. മുർസലീങ്ങൾ വന്ന് ഇവിടെ തെറ്റ് ചെയ്യാൻ പാടില്ല പഠിപ്പിക്കുന്ന ഇവർ നേരത്തെ തെറ്റ് ചെയ്താൽ ജനങ്ങൾ അവരെ സ്വീകരിക്കുമോ? ഒരിക്കലും സ്വീകരിക്കില്ല. ജനങ്ങൾ അവരെ അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റാണെന്ന് ധരിക്കപ്പെടാവുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും അവരിൽ നിന്നുണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദ് പ്രഖ്യാപനം നടത്തിയപ്പോൾ രാജ്യത്തിന്റെ നാനാഭാഗത്തുമുള്ള വലിയ വലിയ രാജാക്കൾക്കും നേതാക്കൾക്കും കത്ത് എഴുതി അറിയിച്ചു. സാർവലൗകികവും സാർവജനീനവും സമ്പൂർണവും പരിപൂർണവുമായ ഇസ്ലാം നീ സ്വീകരിക്കണം, അംഗീകരിക്കണം. എന്നാൽ നിനക്ക് രണ്ട് ലോകത്തെ രക്ഷയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തെഴുതി. കൂട്ടത്തിൽ അന്നത്തെ ക്രിസ്ത്യാനികളുടെ രാജാവായ കൈസറിനും എഴുതി. ആ എഴുത്ത് കൈസർ വായിപ്പിക്കുന്നു. കൈസറിന് അറബി അറിയില്ല, അദ്ദേഹം വായിപ്പിക്കും. ആരുടെ കത്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത്. എന്നാൽ ഈ കത്തെഴുതിയ വ്യക്തി എത്ര കണ്ട് നല്ല വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം. കത്തിന് വില കൽപ്പിക്കുന്നത് കത്ത് എഴുതിയ ആളുകളെ നോക്കിയിട്ടാണ്. കടലാസിന്റെ മേന്മയോ എഴുത്തിന്റെ നന്മയോ കത്ത് പരിഗണിക്കുന്നതിൽ പ്രാധാന്യമല്ല. പ്രധാനമന്ത്രിയുടെ കത്ത്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ കത്ത് എന്നൊക്കെ പറയുമ്പോൾ ആ കത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നത് പോലെ ഇവിടെ സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ കത്തിന് പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ ഈ കത്തെഴുതിയ വ്യക്തി എത്ര കണ്ട് ഉന്നതനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൈസർ ചക്രവർത്തി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. അബൂ സുഫിയാൻ അന്ന് മുസ്ലിം അല്ല, മുശ്രിക്കുകളുടെ തലവനാണ്. അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ ഒരു ചോദ്യം, ഹൽ തത്തഹിമൂനഹു ബിൽ കദിബി,
ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഹൽ തത്തഹിമൂനഹു ബിൽ കദിബ്, അല്ലയോ അബൂ സുഫിയാൻ, 40ാമത്തെ വയസ്സിലാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണെന്ന വാദം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. റസൂലാണെന്ന് പറഞ്ഞത് 40 വയസ്സായപ്പോഴല്ലേ? എന്നാൽ ഈ 40 വയസ്സിന്റെ മുമ്പ് നീണ്ട 40 കൊല്ലം ആ മുഹമ്മദിൽ നിന്ന് കളവാണെന്ന് തോന്നാൻ സാധ്യതയുള്ള വല്ല വാക്കുകളും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. മുഹമ്മദ് നബി കളവ് പറഞ്ഞോ എന്നല്ല ചോദ്യം. കാരണം അൽ അമീൻ അൽ അമീൻ എന്നാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും വിശ്വസിക്കുന്നത്. വിശ്വസ്തൻ വിശ്വസ്തൻ, തുല്യതയില്ലാത്ത ഏക വിശ്വസ്തർ എന്നാണ് അള്ളാഹുവിന്റെ ഹബീബിനെ എല്ലാവരും വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളവ് പറയില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ അബൂ സുഫിയാന്റെ ചോദ്യം, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി, കളവാണെന്ന് സംശയിക്കപ്പെടാവുന്ന, കളവാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന വല്ല വാക്കുകളും നീണ്ട 40 കൊല്ലത്തിനിടയിൽ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാമിന്റെ കഠിന വിരോധിയായ ശത്രുവിന്റെ തലവനായ അബൂ സുഫിയാൻ പറയുന്നില്ല, അങ്ങനെ ഒരു വാക്ക് 40 കൊല്ലത്തിന്റെ ഇടയിൽ മുഹമ്മദിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും അധികം സത്യസന്ധനാണ്. ഒരു വാക്ക് പോലും കളവ് പറയാത്ത, കളവാണെന്ന് തോന്നാൻ സാധ്യതയുള്ള വാക്ക് പോലും പറയാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതിന്റെ മുമ്പ് കഴിഞ്ഞുപോയ മുർസലീങ്ങളും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തരാണെന്ന് മുസ്ലിം സമുദായം വിശ്വസിക്കുമ്പോൾ ഇവിടത്തെ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും 2 കൂട്ടരും പറയുന്നു, മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനാണ്. സാധാരണ മനുഷ്യന്മാരിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും ചിലപ്പോൾ അവരിൽ നിന്നും ഉണ്ടാകാം എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് പ്രവാചകന്മാർ അല്ലാഹു അല്ലെന്ന് മനസ്സിലാകാൻ വേണ്ടി ഇടയ്ക്കിടെ അമ്പിയാക്കളെ കൊണ്ട് കരുതിക്കൂട്ടി തെറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. അല്ലാഹു തആല കരുതിക്കൂട്ടി തെറ്റ് ചെയ്യിപ്പിക്കും ഇവരെ കൊണ്ട്. എന്താണ്? ഇവർ അല്ലാഹു അല്ല എന്ന് ജനങ്ങൾക്ക് തിരിയാൻ വേണ്ടിയത്. അപ്പൊ ഇവരെടുക്കൽ അന്ന് ആരാ? അല്ലാഹു തആലയും സൃഷ്ടികളുമായുള്ള വ്യത്യാസം വെറും തെറ്റ് ചെയ്യലും ചെയ്യാതിരിക്കലും മാത്രമാണോ സഹോദരങ്ങളെ? അമ്പിയാക്കൾ അല്ലാഹു അല്ല, മുർസലീങ്ങൾ അല്ലാഹു അല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇടക്കിടക്ക് തെറ്റുകളും കുറ്റങ്ങളും ചെയ്യിപ്പിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ എഴുതിയിട്ടില്ലേ എന്ന് നിങ്ങൾ ചോദിക്കൂ. ഇല്ലെന്ന് പറയാൻ അവർക്ക് സാധ്യമല്ല. അള്ളാഹുവിനെ പറ്റി പറഞ്ഞതിപ്പോൾ നിങ്ങൾ കേട്ടു. തെറ്റ് ചെയ്യലും ചെയ്യാതിരിക്കലുമാണ് അള്ളാഹുവിന്റെ വിശേഷണം. അള്ളയും സൃഷ്ടിയുമായുള്ള വ്യത്യാസമെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു. മുർസലീങ്ങളെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും പഴിച്ചുപോയി. മുജാഹിദിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകം, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകം നിങ്ങൾ എടുത്തു നോക്കൂ. മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനായിരുന്നു. മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് ഒരു വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ പഠിപ്പിച്ചു കൊടുത്താൽ ആ വിദ്യാർത്ഥിയുടെ വിശ്വാസം പിടിച്ചു പോയില്ലേ? മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ അല്ല എന്ന് അറിയാത്തവർ ആരാണുള്ളത്? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുകയും
ആ നബിയിൽ നിന്ന് തെറ്റുകളും കുറ്റങ്ങളും വരാമെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന